അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെൻ്റൽ പീസ് ചാലഞ്ചിൻ്റെ 3-ാം ദിവസമാണിത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ അമിത ചിന്തയെക്കുറിച്ചും തകർച്ചകളെക്കുറിച്ചും സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന മറ്റൊരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ്. ആത്മവിശ്വാസക്കുറവ്, അല്ലെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം ഓർ സെൽഫ് ഡൗട്ട്. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് കഴിവില്ല, ഞാനൊരു പരാജയമാണ് എന്നിങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാനൊരു കാര്യം പറയാം. ഈ ചിന്ത നിങ്ങളുടെ ആത്മവിശ്വാസത്തെ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കും. നിങ്ങളെ അള്ളാഹു എത്രമാത്രം സവിശേഷമായാണ് സൃഷ്ടിച്ചതെന്നും ഈ ആത്മവിശ്വാസക്കുറവിനെ എങ്ങനെ മറികടക്കാമെന്നും 5 ലളിതമായ വഴികളിലൂടെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോവുകയാണ്. ആത്മവിശ്വാസക്കുറവിൻ്റെ സൈക്കോളജിയിൽ ഇതിനെ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയും. നമ്മൾ നമ്മളോട് തന്നെ എപ്പോഴും മോശമായ കാര്യങ്ങൾ സംസാരിക്കുന്ന അവസ്ഥയാണിത്. ഇതിൻ്റെ പ്രധാന കാരണം മറ്റുള്ളവരുമായുള്ള താരതമ്യം, അതായത് കമ്പാരിസൺ. ഇതാണ് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമാണ് കഷ്ടപ്പെടുന്നതെന്ന്. എന്നാൽ ഇസ്ലാം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അള്ളാഹു ഖുർആനിൽ പറയുന്നു, തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും മനോഹരമായ ഘടനയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഖുർആനിൽ സൂറത്തു തീനിൽ ഇതിനെ വ്യക്തമായി പറയുന്നുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും നാം മനുഷ്യനെ ഏറ്റവും മനോഹരമായ രൂപത്തിലും ഏറ്റവും ഉത്തമമായ ഘടനയിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത്. ഭൂമിയിലെ കോടിക്കണക്കിന് മനുഷ്യരിൽ നിങ്ങളുടെ അതേ വിരലടയാളമുള്ള മറ്റൊരു മനുഷ്യനില്ല. അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾ ഒരു യുണീക്ക് ആണെന്നാണ്. അങ്ങനെയുള്ള നിങ്ങളെ തന്നെ ചെറുതായി കാണുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ വില കുറിച്ച് കാണുന്നതിന് തുല്യമാണ്. പിശാച് എപ്പോഴും നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കും നിങ്ങളൊന്നുമല്ല എന്ന്. അതിനെയാണ് നമ്മൾ മാറ്റേണ്ടത്. ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള 5 വഴികൾ ഓരോന്നായി പറയാം. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തേത്, താരതമ്യം അവസാനിപ്പിക്കുക. സ്റ്റോപ്പ് കമ്പാരിസൺ. മറ്റുള്ളവരുടെ ജീവിതവുമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പഠിപ്പിച്ച മനോഹരമായ ഒരു സൈക്കോളജിക്കൽ നിയമമുണ്ട്. ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് താഴേക്കുള്ളവരിലേക്ക് നോക്കുക. അത് അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ വില കുറിച്ച് കാണാതിരിക്കാൻ സഹായിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ പണമോ സൗന്ദര്യമോ കണ്ട് വിഷമിക്കാതെ നിങ്ങൾക്കുള്ളതിലേക്ക് നോക്കുക. ഇനി രണ്ടാമതായി പറയാനുള്ളത്, നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയുക. ഐഡന്റിഫൈ യുവർ സ്ട്രെങ്ത്. അള്ളാഹു എല്ലാവർക്കും ഒരേ കഴിവല്ല നൽകിയിട്ടുള്ളത്. ചിലർക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, ചിലർക്ക് എഴുതാൻ അറിയാം, ചിലർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വലിയ മനസ്സുണ്ടാകും. സൈക്കോളജിയിൽ ഇതിനെ സെൽഫ് ഡിസ്കവറി എന്ന് പറയും. ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ 3 നല്ല കഴിവുകൾ അല്ലെങ്കിൽ നല്ല ഗുണങ്ങൾ എഴുതി വെക്കുക. അത് ചെറുതാണെങ്കിൽ പോലും. ഉദാഹരണത്തിന്, ഞാനൊരു നല്ല കേൾവിക്കാരനാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനം തോന്നും. ഇനി മൂന്നാമതായി പറയാനുള്ളത്, തെറ്റുകളിൽ നിന്ന് പഠിക്കുക. അതിനെയാണ് നമ്മൾ സൈക്കോളജിയിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയാം. പലർക്കും ആത്മവിശ്വാസം കുറയുന്നത് ഒരിക്കൽ പരാജയപ്പെടുമ്പോഴാണ്. തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ്. മനുഷ്യൻ തെറ്റ് ചെയ്യുന്നവനാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പരാജയപ്പെടുമ്പോൾ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ചിന്തിക്കാതെ ഇതൊരു പാഠമാണ്, അടുത്ത തവണ ഞാൻ ഇത് തിരുത്തും എന്ന് ചിന്തിക്കുക. ഇതിനെയാണ് നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് വിളിക്കുന്നത്. നാലാമതായി പറയാനുള്ളത്, പോസിറ്റീവായിട്ടുള്ള ആളുകളോടൊപ്പം ഇരിക്കുക. അതായത് പോസിറ്റീവ് എൻവയോൺമെന്റ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന, നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. ഇസ്ലാം നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുമായി കൂടുതൽ സമയം ചിലവഴിക്കുക. അത് നിങ്ങളുടെ മനസ്സിന് വലിയ പോസിറ്റീവ് ഊർജ്ജം നൽകും. 5-മതായി പറയാനുള്ളത്, അള്ളാഹുവിനുള്ള വിശ്വാസം.
സെൽഫ് എഫിക്കസി ത്രൂ ഫെയ്ത്ത് എന്ന് പറയും. ഏറ്റവും വലിയ ആത്മവിശ്വാസം വരുന്നത് എൻ്റെ കൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനുണ്ട് എന്ന ആ ഒരു ചിന്തയാണ്. ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ തളരുത്. ഖുർആനിൽ സൂറത്തുൽ ആലി ഇംറാനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുർബലനാകരുത്, ദുഃഖിക്കുകയും അരുത്, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതനെന്ന്. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് എല്ലാം അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ അവൻ കൂടെയുണ്ട്. ഇനി ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്, അഥവാ ടാസ്ക് എന്ന് പറയുന്നത്, ഇന്നത്തെ നിങ്ങളുടെ ചിന്ത, ഇന്ന് നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക. നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി മനസ്സാ പറയുക, അള്ളാഹു എന്നെ മനോഹരമായാണ് സൃഷ്ടിച്ചത്. എനിക്ക് എൻ്റെ റബ്ബ് തന്ന കഴിവുകളുണ്ട്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഈ ഒരു പോസിറ്റീവ് അഫർമേഷൻ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ മാറ്റാൻ സഹായിക്കും. അവസാനമായി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, മറ്റാരും നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ നിങ്ങൾക്ക് ഈ ജീവൻ തന്നത്, നിങ്ങളുടെ ഹൃദയത്തെ ബഹുമാനിക്കുന്നത്. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലൂടെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകും. നാളെ തുമൈനീന സീരീസിൻ്റെ 4ാം ദിവസത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. എന്നും പറയുന്നത് പോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.